നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലമാണ് ശബരിമല. എന്നാൽ ഇപ്പോൾ ശബരിമല നിലയ്ക്കലിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ മുന്നറിയിപ്പില്ലാതെ എത്തിയതും ലാൻഡ് ചെയ്യാതെ പെട്ടെന്ന് മടങ്ങിയതും കടുത്ത ആശയക്കുഴപ്പത്തിനും പരിഭ്രാന്തിക്കും വഴിവെച്ചിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ശബരിമലയുടെ അടുത്ത് ലാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് ഹെലികോപ്റ്റർ പോകുകയും ചെയ്തിട്ടുണ്ട്. ZP5151 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ് നിലയ്ക്കലിലെ ഹെലിപ്പാഡിന് മുകളിലെത്തിയത്. ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്യുമെന്ന് കരുതിയെങ്കിലും ഏകദേശം 10 സെക്കൻഡോളം അന്തരീക്ഷത്തിൽ നിന്ന ശേഷം ഹെലികോപ്റ്റർ തിരികെ പറന്നു പോവുകയായിരുന്നു. ഹെലികോപ്റ്റർ എത്തിയതിനെ കുറിച്ചോ തിരികെ പോയതിന്റെ കാരണത്തെക്കുറിച്ചോ നിലയ്ക്കലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിന് മുൻകൂട്ടി യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയ്ക്കും പരിസരങ്ങളിലും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി എത്തിയതാണോ അതോ നിരീക്ഷണ പറക്കലായിരുന്നോ എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. എന്നാൽ സംഭവം വാർത്തയായതോടെ പ്രതികരിച്ച ഇന്ത്യൻ വ്യോമസേന പ്രകൃതി ദുരന്ത രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ പരീക്ഷണ പറക്കലായിരുന്നു ഇതെന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ATSൽ നിന്നും പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ജടായുപാറ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ നിലവിൽ മഴയൊന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലകളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും മൂലം വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ശബരിമല ഭാഗങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇത്തരത്തിലൊരു പ്രകൃതി ദുരന്ത രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിരീക്ഷണ പറക്കലിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പും ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന് തൊട്ടു മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്നതും വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥാ പ്രശ്നം മൂലമാണ് അന്ന് താഴ്ന്നു പറന്നതെന്നാണ് കോസ്റ്റ് ഗാർഡ് പറഞ്ഞിരുന്നത്. അന്ന് ക്ഷേത്രത്തിന് 5 മീറ്റർ ഉയരം വരെ ഹെലികോപ്റ്റർ എത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്നും ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്തിനെ ഇത്തരത്തിൽ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരിടത്ത് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തണം എന്നുള്ള ഒരു ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വിശദീകരണം നൽകിയെങ്കിലും പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. കൃത്യമായിട്ട് ആഴത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. മോശം കാലാവസ്ഥ കാരണം റൂട്ട് മാറിയതാണെന്നാണ് കോസ്റ്റ് ഗാർഡ് പിന്നീട് വിശദീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലയ്ക്കലിലെ ബേസ് ക്യാമ്പിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാതെ വായുവിൽ നിന്നുപോയതും വലിയ ചർച്ചയായിരിക്കുന്നത്. സാധാരണയായി നിലയ്ക്കലിലെ ഹെലിപ്പാഡ് വരെ മാത്രമേ ഔദ്യോഗിക ഹെലികോപ്റ്ററുകൾക്ക് പോലും വരാൻ അനുമതിയുള്ളൂ. മുൻകൂർ അനുമതിയില്ലാതെ ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്ററോ ഡ്രോണുകളോ പറത്താൻ നിയമപരമായി ഒരു തരത്തിലും അനുവാദമില്ല. ശബരിമലയും പരിസര പ്രദേശങ്ങളും അതീവ സുരക്ഷാ മേഖലയായി, അതായത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോണായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇടങ്ങളാണ്. കൂടാതെ ഈ പ്രദേശം പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഭാഗമായതിനാൽ കടുത്ത വന്യജീവി സംരക്ഷണ നിയമങ്ങളും സിവിൽ ഏവിയേഷൻ ചട്ടങ്ങളും ഇവിടെ ബാധകമാണ്. പ്രധാന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിലയ്ക്കലിനപ്പുറത്തേക്ക് ശബരിമല വനമേഖലയ്ക്കോ സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്ററുകളോ ഡ്രോണുകളോ പറത്താൻ കേരള ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. സാധാരണ വ്യോമയാന സർവീസുകൾക്കോ വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കോ ഈ പരിധിയിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. അടിയന്തര സാഹചര്യങ്ങളിലോ ഔദ്യോഗിക സർവേകൾക്കോ മാത്രമേ കർശനമായ വ്യവസ്ഥകളോടെ അനുമതി നൽകാറുള്ളൂ. ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ താഴ്ന്നു പോയത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അന്ന് വിശദീകരണം നൽകിയെങ്കിലും മുൻകൂർ അനുമതി ഇല്ലാതെ അതീവ സുരക്ഷാ മേഖല ലംഘിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ സുരക്ഷാ കാരണങ്ങളാലും ആചാരപരമായ പവിത്രത നിലനിർത്തുന്നതിനുമായി ശബരിമല സന്നിധാനത്തിന് മുകളിലുള്ള ആകാശം പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ സുരക്ഷാ ഏജൻസികളുടെ ഏകോപനമാണ് എപ്പോഴും അവിടെ ഉണ്ടാകാറുള്ളത്. തീർത്ഥാടന കാലത്ത് കേരള പോലീസിനൊപ്പം പ്രമുഖ
പ്രമുഖ കേന്ദ്ര സംസ്ഥാന സുരക്ഷാ സേനകളും സംയുക്തമായാണ് കാവലൊരുക്കുന്നത്. കേരള പോലീസ് കമാൻഡോകളും ആന്റി സബോട്ടേജ് ടീമും ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡും രഹസ്യാന്വേഷണ വിഭാഗം എന്നിവ സന്നിധാനത്ത് സജീവമായിരിക്കും. CRPF, ദ്രുത കർമ്മസേന അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവരും സന്നിധാനത്ത് കാനനപാതകളിലും പട്രോളിംഗ് നടത്താറുണ്ട്. അടിയന്തര ഘട്ടങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയും സന്നദ്ധമായി നിലയുറപ്പിക്കാറുണ്ട്. ഡിജിറ്റൽ നിരീക്ഷണവും അവിടെ എപ്പോഴും നടത്തുന്നതാണ്. സന്നിധാനത്തും പമ്പയിലും നൂറുകണക്കിന് CCTV ക്യാമറകൾ സ്ഥാപിച്ച് പ്രത്യേക കൺട്രോൾ റൂമുകൾ വഴി 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം ദർശനം നടത്തേണ്ട ഭക്തരുടെ എണ്ണം മുൻകൂട്ടി നിശ്ചയിക്കാനും തിരക്കൊഴിവാക്കാനും ഓൺലൈൻ വെർച്വൽ ക്യൂ നിർബന്ധമാക്കിയിട്ടുണ്ട്. മെറ്റൽ ഡിറ്റക്ടറുകളും പരിശോധനകളും എപ്പോഴും നടക്കാറുണ്ട്. പമ്പയിലെ സന്നിധാനത്തും ഭക്തരെയും അവരുടെ ഇരുമുടിക്കെട്ടുകളെയും കർശനമായ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനകൾക്ക് ശേഷമാണ് കടത്തിവിടാറുള്ളത്. അതായത് അത്രയേറെ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ശബരിമലയിൽ എപ്പോഴും 24 അവേഴ്സും അലേർട്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് വനമേഖലയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകൾ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയം ഉണർത്തുന്ന നീക്കങ്ങളാണോ അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഉയരാറുണ്ട്. ഏതായാലും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിലാണ് ഇപ്പോൾ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ 10 സെക്കൻഡ് മാത്രം അവിടെ നിന്ന് അതിനുശേഷം പറന്നുപോയിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദീകരണം വ്യോമസേന നൽകുമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയും പ്രതികരിക്കുമെന്ന് തന്നെ വിചാരിക്കാം.